ആറ്റിങ്ങലിലെ ജനങ്ങൾ വികസനം ആഗ്രഹിക്കുന്നവരാണ് എന്ന വി മുരളീധരൻ. ഉറപ്പുകൾ പാലിക്കുന്ന പ്രധാനമന്ത്രിയെ പിന്തുണയ്ക്കുന്ന MP ഉണ്ടാകണമെന്ന് ആറ്റിങ്ങലിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം അമൃത വാർത്തകളോട് പറഞ്ഞു. ശോഭാ സുരേന്ദ്രൻ നേടിയതിനേക്കാൾ വോട്ട് നേടി വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മോദിയുടെ ഗ്യാരണ്ടി ആറ്റിങ്ങലിലെ വി മുരളീധരൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുന്നത്. എങ്ങനെയാണ് ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ കാണുന്നത്? ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആറ്റിങ്ങലിലെ ജനങ്ങൾ ധാരാളം വികസനം ആഗ്രഹിക്കുന്ന ജനങ്ങളാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ പ്രതിനിധീകരിച്ചിട്ടുള്ള ആളുകൾക്ക് അത് ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വളരെ വ്യക്തമാണ്. അപ്പോൾ ഉറപ്പുകൾ പാലിക്കുന്ന ഒരു സർക്കാർ, ഒരു പ്രധാനമന്ത്രി, അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആ ഉറപ്പുകൾ പാലിക്കുന്ന പ്രധാനമന്ത്രിയെ പിന്തുണയ്ക്കുന്ന ഒരു MP, ആ MP ഉണ്ടായിക്കഴിഞ്ഞാൽ ആറ്റിങ്ങലിനും വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടും, ആറ്റിങ്ങലിനും വികസനം ഉറപ്പാക്കപ്പെടും എന്നുള്ളത് തീർച്ചയായിട്ടും ആറ്റിങ്ങലിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ആറ്റിങ്ങലിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധിയെഴുത്ത് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. ഒരു വിദ്യാർത്ഥി സംഘടനാ നേതാവ് എന്ന നിലയിലാണ് പൊതുപ്രവർത്തനം തുടങ്ങിയത്. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിലെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ അവിടെ ഒരു വിദ്യാർത്ഥി സംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടക്കുകയാണ്. ഗവർണർ ഇടപെട്ട് വെറ്റിനറി സർവകലാശാല VC-യെ സസ്പെൻഡ് ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഇതിനെയൊക്കെ എങ്ങനെയാണ്? അക്രമത്തിനെയും അഴിമതിയെയും പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അക്രമികൾക്ക് നഗ്നമായിട്ടുള്ള പിന്തുണയും സംരക്ഷണവും, ആ സംരക്ഷണവും നൽകുന്ന സർക്കാർ, ആ സർക്കാരിനെതിരായിട്ടുള്ള വിധിയെഴുത്തായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറും. കേരളത്തിലെ കലാലയങ്ങളെ ലഹരിയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന, ലഹരി മാഫിയയുടെ അടിമകളായിട്ട് വിദ്യാർത്ഥികൾ മാറുന്ന ഒരു സാഹചര്യം, അതോടൊപ്പം അക്കാദമിക ഭീകരത നടപ്പിലാക്കപ്പെടുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ താല്പര്യമുള്ള കേരളത്തിലെ രക്ഷാകർത്താക്കൾ ആരും തന്നെ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള CPM-നെതിരായിട്ടുള്ള വിധിയെഴുത്തും അതിന് പകരം നിൽക്കാൻ കോൺഗ്രസിന് കഴിയാത്ത നിലവിലുള്ള സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് ഇനിയൊരാശ്രയം എന്നുള്ള വിലയിരുത്തലിലേക്ക് ആറ്റിങ്ങലിലെ ജനങ്ങളെത്തും എന്നുള്ള കാര്യത്തിലും ഉറപ്പുണ്ട്. വിഴിഞ്ഞം റിംഗ് റോഡ് പദ്ധതി, തീരദേശ മേഖലയുടെ വികസനം, പ്രവാസികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ തന്നെ നിരവധിയുണ്ട്. ഇതിൽ ഏതൊക്കെയായിരിക്കും പ്രധാനമായിട്ട് ഉയർത്തിക്കാട്ടുക? ആറ്റിങ്ങലിൽ ഈ പറഞ്ഞതെല്ലാം പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. അവിടുത്തെ റോഡുകളുടെ പ്രശ്നം, കുടിവെള്ളത്തിൻ്റെ പ്രശ്നം, ജനങ്ങൾ നേരിടുന്ന പട്ടികജാതി കോളനികളുടെ പ്രശ്നം, ജനങ്ങൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഓരോ തലത്തിലും, മലയോര മേഖലയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും തീർച്ചയായിട്ടും അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കാൻ പോകുന്ന വാഗ്ദാനം. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ നേടിയതിനേക്കാൾ ഇനിയും വോട്ട് നേടുകയാണെങ്കിൽ മാത്രമേ വിജയിക്കാൻ കഴിയൂ. അപ്പോൾ ആ ഒരു രീതിയിൽ ശക്തമായ ത്രികോണ മത്സരത്തിനാകും എന്തായാലും ആറ്റിങ്ങൽ സാക്ഷിയാവുക. എങ്ങനെയായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ? കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളും BJP ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു പാർട്ടിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ട് വിജയത്തിലെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ്. വിജയപ്രതീക്ഷ തന്നെയാണ് സ്ഥാനാർത്ഥി വി മുരളീധരൻ പങ്കുവയ്ക്കുന്നത്. ഡൽഹിയിൽ നിന്ന് അമൃത വാർത്തകൾക്ക് വേണ്ടി ആദർശ് തുളസീധരൻ.